1,00,000 രൂപ ഇൻ നോട്ട് ഗൈസ്. ഇരുപത്തയ്യായിരം. Hello guys, welcome back. പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം ഗൈസ്. എൻ്റെ കൂടെ എൻ്റെ ഫുൾ ടീം ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും എഫേർട്ട് എടുത്തൊരു വീഡിയോ ഇവിടെ ഇല്ല. ഞാനും തടിയനും ഒരു കാറിൽ എൻ്റെ അച്ഛൻ്റെ ഓഫീസിലോട്ട് പോയപ്പോൾ തുടങ്ങിയ കഥയാണിത്. നിങ്ങൾ പോയി കണ്ടിട്ട് വാ. അതെ ഗൈസ്, അതെ, നമ്മൾ ഇന്ന് വരെ ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അംബീഷ്യസ് ആയിട്ടുള്ള പ്രോജക്റ്റുകളിൽ ഒന്നാണ് അല്ലേ അഖിലേഷേ? ഓ ഗൈസ്, കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഈ നാട്ടിൽ വിളിക്കാൻ ബാങ്കുകളില്ല, കാണാൻ ആൾക്കാരില്ല. 1,00,000 രൂപയ്ക്ക് 1 രൂപ തൊട്ട് കിട്ടാനായിട്ട് എല്ലാരും പറഞ്ഞു നമുക്ക് 10 രൂപ തൊട്ട് തരാം, 5 രൂപ തൊട്ട് വേണ്ട, നമുക്ക് 1 രൂപ തൊട്ട് തന്നെ വേണമല്ലേ അഖിലേഷേ? 1,00,000 കോയിൻ. എനിക്ക് ഐഡിയ ഇൻസ്പയർ ആയത് ഗൈസ് മിസ്റ്റർ ബീസിന്റെ നിന്നാണ്. അപ്പോൾ മിസ്റ്റർ ബീസിന്റെ ഒരു വലിയ ഷൗട്ട് ഔട്ട്. പക്ഷെ എന്നാലും 1,00,000 രൂപ കൊണ്ടൊക്കെ ചെല്ലുമ്പോൾ അക്കൗണ്ടന്റിന്റെ സ്ഥിതിയാണ് ഞാൻ ആലോചിക്കണത്. അങ്ങേരുടെ ഹാർട്ടൊക്കെ പുറത്തു വന്ന് വീണ്. അയ്യോ ഗൈസ്, ഈ കോയിൻ വാങ്ങണേന്റെ തത്രപ്പാടില് ഞാൻ ഒരു കാര്യം പറഞ്ഞു, നമ്മളൊരു ഐഫോൺ വാങ്ങിയാണ്. ഹോളി ക്രാപ്പ്, 1,00,000 രൂപ കൊടുത്ത് ഗൈസ്. എന്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു. 3-4 ക്യാമറയാണ് ഗൈസ് മൊത്തം അതില്. ഗൈസ് നമ്മൾ കറക്റ്റ് സമയത്തെത്തി. കണ്ടാ 10:30 എന്ന് പറഞ്ഞാൽ 10:15. ഇത്രയും കൃത്യനിഷ്ഠമുള്ള പിള്ളേരെ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? പക്ഷെ ഞാൻ എത്തിയില്ല കറക്റ്റ് ടൈമില്. ഗൈസ് എന്റെ ഓഫീസാണ്. യെസ് മിസ്റ്റർ അഖിലേഷ്, പ്ലീസ് ടേക്ക് എ സീറ്റ്. അവിടെ അല്ലേ ഇവിടെ. ഇത് നമ്മൾ ഒരു ടോപ്പ് ബിസിനസ് ഡീലാണ് നടത്താൻ പോകുന്നത്. ഓക്കെ, ഇത് 50,000 രൂപ, ഇത് 50,000 രൂപ. 1,00,000 രൂപ ഇൻ നോട്ട് ഗൈസ്. യൂട്യൂബിൽ നിന്ന് നമുക്ക് ഡോളേഴ്സ് വരുന്ന അക്കൗണ്ടാണ്. ഹോളി ക്രാപ്പ് ഗൈസ്, ഇതൊരു ഒരു ഭയാനക ടാസ്ക് ആയി. ഓരോ ബാഗിനും ഒടുക്കത്തെ കന. അതുകൊണ്ട് ഗൈസ് തടികളെയും ചോന്നുകൊണ്ട് പറഞ്ഞു. എടാ കന കൊണ്ടാണ് അഖിലേഷ്. എടാ ഞാൻ പറഞ്ഞു. ഓക്കെ, ഇനി ഞാൻ പോയി ചോക്കട്ടെ. അയ്യോ അയ്യോ തടിയോ, എടാ നല്ല കനമുണ്ടല്ലേടാ. അല്ലല്ല, ഞാൻ കൊറേ എടുത്ത് ഗൈസ്. പെട്ടെന്ന് പോയി വിനുവിനെ വിളിക്കാടാ. ഗൈസ് ഒരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് സത്യസന്ധമായിട്ട് പറയട്ടാ, വീഡിയോക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുക്കുന്നത് നമ്മുടെ ടീമായിരിക്കും. ഓ ഗൈസ്, വിനുവളിയാ വന്നു. വിനുവളിയാ, എടാ ബാക്ക് നോക്കടാ, ഒരു കിഴി എടുത്ത് നോക്കത്. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഞാൻ ചുമന്ന്. വെൽക്കം വെൽക്കം മിസ്റ്റർ ദാസാളിയൻ. ദാസാ പറയി കഴിയിട്ട് ഒരു കിഴി ഇടറാ. എങ്ങനെയുണ്ടാ ദാസാ? ഇത് 2,500 രൂപ, 10 കിലോ ഉണ്ടത്. ഡിജിറ്റൽ ഹാപ്പി ആവോടാ? തീരണ്ടല്ലോടാ. ഓ അവിടെ ഇവിടെയൊക്കെ ഒന്ന് ക്യാഷ് കൗണ്ട് ചെയ്യണ ഗൈസ്. ക്യാഷ് വരെ തള്ളണം നല്ല ദിവസം. കറക്റ്റ് തന്നെ 50,000 രൂപ ഗൈസ്. SBI ഫോർട്ട് ബ്രാഞ്ചിൽ നമുക്ക് 50,000 വരാണ്. ബാങ്കുകാരൻ്റെ പേര് സേവ് ചെയ്തേക്കാണ്, കോയിൻസ് കാർത്തിക് ശ്രീകാര്യം. താങ്ക്സ് ചേട്ടാ. ഈ ഫ്രണ്ടിൽ പോണ തെണ്ടി കണ്ട 50,000 രൂപ കാറിനകത്ത് വെച്ചിട്ട് വണ്ടി ലോക്ക് ചെയ്യാതെ വന്നേക്കും. ഇറങ്ങിയെന്നും പറഞ്ഞ് ലോക്ക് ചെയ്യണ്ടോ പട്ടി, നിന്റെ അല്ലേ ചാവി ഇരിക്കണത്. ഇതൊക്കെ ലോക്കായി. ഏതെങ്കിലും ഒരു ചാക്കെടുത്തോട്ട് തീർന്നില്ലേടാ. പൊക്കി വെക്കേണ്ട വലിയ കനമുണ്ടാടാ? ഒട്ടുമില്ല. കനമുണ്ടാടാ ഗൈസ്? ഒരു കാര്യം, നമ്മൾ എത്രയൊക്കെ SBI കളിയാക്കിയാലും ഒരാവശ്യം വരുമ്പോഴത്തേക്ക് അവരാണ് നമുക്ക് ഉപയോഗം തരുന്നത്. എത്രയാണോ എടുക്കാനാണ് 2,00,000 കൊണ്ടുവയ്ക്കോ, 3 കൊണ്ടുപോക്കോ. ബാക്കിയുള്ള ബാങ്കുകാർ 5,000 മതിയെന്ന് ചോദിച്ചപ്പോൾ അവര് കറക്റ്റായിട്ട് 2 ബ്രാഞ്ചിൽ 1,00,000 രൂപ സെറ്റ് ചെയ്തു ഗൈസ്. താങ്ക് യു SBI, താങ്ക് യു അഞ്ജിത കുട്ടി. ഇത് എണ്ണണവന്റെ കാര്യം ആലോചിച്ച് നോക്കിയാണ് ദാസാ. ഒട്ടും കനവില്ലല്ലേ ദാസാ? ദാസാ നിസ്സാരം. നിസ്സാരം. പാവപ്പെട്ടോ പോണ പോക്ക് നോക്കിയാണ്. എന്റെ പള്ളി. വണ്ടി 1,00,000 രൂപ ചില്ലറായിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് പിരിക്കുമ്പോ ബാക്കിയാണ്.
വണ്ടിയുടെ ഇതുവരെ തുറന്നു വണ്ടിയുടെ ഇതുവരെ തുറന്നു വന്ന്. വണ്ടിക്ക് വലിയ വിജയം കുറവാണ്. ഓഹോ 500 കിലോ എടുത്തിട്ടിട്ട് വണ്ടിക്ക് വലിക്കണമെന്ന് ഗൈസ്, ഇങ്ങനെ ഇരുന്ന് കാറിനകത്ത് വ്ളോഗ് ചെയ്യുന്ന മെത്തേഡ് കണ്ടുപിടിച്ചത് ഞാനാണ്. അതുകൊണ്ട് ഈ ക്രെഡിറ്റ് എനിക്ക് തന്നെ തരണം നിങ്ങൾ എല്ലാവരും. 400 കിലോ ആണ് ബാക്കിൽ ഇരിക്കുന്നത്. അതൊക്കെ പോകും. ഇത് അർബാനയിലായി കൊടുക്കും നിങ്ങള്. ഓക്കെ, ഫസ്റ്റ് ഫേസ് കംപ്ലീറ്റ്. ഇനി നമുക്ക് ചെണ്ടമേള സെറ്റ് ചെയ്യണം, അർബാന സെറ്റ് ചെയ്യണം, പിന്നെ ഇവന്റ്, പിന്നെ അൺപാക്ക് ചെയ്യണം. ഫേസുകൾ ഒരുപാടുണ്ട്. അപ്പോൾ അടുത്ത ഫേസിലോട്ട് അടുത്ത ദിവസം ഗൈസ് ടാസ്ക് 2 അർബാന. എവിടെ കിട്ടൂടാ അർബാന? ഗൈസ് നമ്മൾ ചെമ്പഴന്തി വന്ന സാധനം എടുത്ത് അണ്ണാണ് തന്ന പൈസ ചുമക്കാനെന്നും പറഞ്ഞ് അർബാന വാങ്ങിയ ലോകത്തിലെ വളരെ ചുരുക്കം ആൾക്കാരിൽ ഒരാളായിരിക്കും നമ്മൾ. പിന്നെ നമ്മളിപ്പം ചെണ്ടമേള സെറ്റ്, നാളെ നമ്മൾ ഇതുമായിട്ട് വരുമ്പോഴത്തേക്ക് ചെണ്ടമേളം വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. അങ്ങനെ ചെണ്ടമേള സെറ്റ് ചെയ്യാനായിട്ട് എൻ്റെ ആശാന്റെ വീട്ടിലോട്ട് വന്നേക്കും. ആശാന്റെ കൊല്ലേ ഉള്ളു, കുറെ കാലം ഇങ്ങോട്ട് വന്നിട്ട്. മോൾ ഓഫ് ട്രാവൻകൂറിലാണ് പരിപാടി നടക്കുന്നത്. പുതിയ ഐഫോൺ ഇറങ്ങിയല്ലേ, അപ്പൊ അവരെ സർപ്രൈസ് ചെയ്യാനായിട്ട് നമ്മള് ഈ ഫോണിന് 1 ലക്ഷം രൂപ ചില്ലറ തൊട്ട് കൊടുത്തെടുക്കാൻ പോവുകയാണ്. ഇത് കൊണ്ട് കയറുന്ന സമയത്ത് നമുക്കൊരു ചെണ്ടമേള, ഒരു വലിയൊരു ഓളം അവിടെ സൃഷ്ടിക്കണം. ഓക്കെ, ചെണ്ടമേള സെറ്റ് ആയിട്ടുണ്ട്. തടി എങ്ങനെയുണ്ടോ എന്റെ ആശാൻ? ആശാനെന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. സാധാരണ ഈ കൊട്ടൊന്നും അല്ല ആശാൻ പിന്നെ ചെയ്യത്തുള്ളൂ. പിന്നെ ഞാൻ ആയതുകൊണ്ട് മാത്രം ഒരു 8 പേരെ സെറ്റ് ചെയ്ത് തരാന്ന് പറഞ്ഞു. നമ്മുടെ ബജറ്റ് എന്നൊക്കെ ബ്യൂന്നും പറഞ്ഞാണ് പോയത്. ബട്ട് ആശാനായോണ്ട് എനിക്ക് ഗൈസ്, നിങ്ങൾ എന്റെ സബ്സ്ക്രൈബേഴ്സ്, അതുകൊണ്ട് ട്രിവാൻഡ്രത്തെ ഏറ്റവും ബെസ്റ്റ് ചെണ്ടമേള ടീമിനെ അവിടെ കാണും. എനിക്ക് തോന്നുന്നു വിനുവിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. വിനുളിയാ ഗൈസ്, കാറിന്റെ ബാക്കിൽ ഞാനും എന്റെ ബേബായിട്ടുള്ള അർബാനി ഉമ്മ ഗൈസ് തിരിച്ച് തടിയുടെ വീട്ടിൽ എത്തി. അർബാന അൺലോഡി. ഇനി ഇതിനൊന്ന് കുട്ടപ്പനാക്കി എടുക്കണം ഗൈസ്. അയ്യോ, ഈ അഴി കളയുന്നില്ലല്ലോ ഗൈസ്. ഇത് നമ്മൾ സ്പ്രേ പെയിന്റ് ഒക്കെ അടിച്ചിട്ടേ ഗൈസ് തിരിച്ചാ കടയിൽ കൊണ്ടുകൊടുക്കാം. അങ്ങനെ ഇത് ഞങ്ങൾ അർബാന അല്ലല്ലോ ഗൈസ്. ദാസൻ അളിയൻ ഈസ് ഇൻ ദ ഹൗസ്. ത്രെഡൊക്കെ ചെയ്യണമല്ലോ. എടാ നീ ത്രെഡ് ചെയ്യോ എടാ ദാസ? 1000 രൂപ തരാം നിനക്ക്. ചെയ്യണ്ട് നിനക്ക് 1000 രൂപ ത്രെഡ് ചെയ്യൂ. ഒരു ജോലിയും ചെയ്യാതെ ബാക്കിയുള്ളവരെ കൊണ്ട് പണി എടുപ്പിക്കണ തെണ്ടി ഇതാ വന്ന് ഗൈസ്. എടാ ഇത്രയും നേരം എവിടെ ഇരുന്നടാ ഗൈസ്? കോയിൻ ചുമക്കില്ല, അർബാന വൃത്തിയാക്കാൻ ഇനി എല്ലാ പണി നീ ചെയ്യൂടാ ഗൈസ്. നമ്മുടെ ഒരു അർബാനക്കകത്ത് കോയിൻ നിൽക്കുമെന്നുള്ള ടെസ്റ്റ് ആണ്. 1 ലക്ഷത്തിന് 1 രൂപ എങ്ങാനും പറഞ്ഞാൽ നമ്മൾ തീർന്നു. അൺബോക്സിംഗ് ഗൈസ്, അൺബോക്സിംഗ്. കണ്ടോട്ടാടാ, ഒരു അർബാനക്ക നിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ച് നിക്കണ കോളില്ല. 2 എണ്ണം കൂടെ എടുക്കേണ്ടി വരും. ഇവിടെ 50 പൈസ അല്ലേടാ ഇത് ഗൈസ്? ബാങ്കിൽ നിന്ന് ഒരു 50 പൈസ ഇട്ടേക്കുന്നതിനകത്ത് യവന്മാരിത് പെയിന്റ് അടിക്കുന്ന സമയം കൊണ്ട് ഞങ്ങൾ പോയി 2 അർബാനം കൂടെ ഒപ്പിച്ചോണ്ട് വരാം. അയ്യോ രണ്ടാമത്തെ അർബാന സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഒരെണ്ണം സക്സസ്ഫുള്ളി ഡൺ. ഇനി അടുത്തതിന് നമ്മൾ പെയിന്റ് വാങ്ങണം. നമ്മളിവിടെ പെയിന്റ് അടിച്ച് അർബാന സെറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എംഒടിയുടെ മാനേജർ വിളിച്ചിരുന്നു ഗൈസ്. മേയർ ഇലക്ഷൻ പ്രചരണത്തിൽ പങ്കെടുക്കുന്നതുകൊണ്ട് മേയർക്ക് വരാൻ പറ്റില്ല. അതുകൊണ്ട് ഏതെങ്കിലും സെലിബ്രിറ്റി എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു. ആരെങ്കിലും ഉണ്ടാടാ? വിനു ശോഭ തരുമെന്ന് പറയാം. അർബാനോടാ എടാ ആരോമല എന്തോടാ മേയർ രാജിവെച്ചെന്നാ? രാജിവെച്ച് ഇപ്പൊ ഇലക്ഷന് വേണ്ടി നേരിടാണ്. അപ്പൊ കേട്ടത് കറക്റ്റ് ആണ്. അപ്പൊ നാളെ മേയർ കാണൂല. ഇനി ഏത് സെലിബ്രിറ്റി ആയിരിക്കും എന്തോ എനിക്ക് തരാൻ പോണത്. ഓ നീ ഓടാ, അവന്റെ ചോന്ന വണ്ടി ഒരു ചവിട്ടുന്നുണ്ടല്ലോ. വയ്യടാ എനക്ക് അവിടെ ഇവിടെയൊക്കെ മഞ്ഞ അടിക്കുന്നു. എടാ അതൊന്നുമല്ല. ഇവന്റെ കയ്യിൽ മഞ്ഞ പെയിന്റ് കിട്ടിയപ്പോൾ സീന് ഞാൻ കാണിച്ചത്. അവന്റെ നല്ലൊരു ബുള്ളറ്റില്
കാണിച്ചു വെച്ചോടെ കോലം നോക്കിയാണ് മഞ്ഞയാണെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയെന്ന്. ഇവിടെ നിങ്ങളെ വണ്ടിയിലൊക്കെ പെയിന്റ് അടിക്കണം ഇവിടെ. ആ സ്റ്റാർ അടിച്ചു കൊടുക്കണം. അനന്തു ഐ ആം സോറി അനന്തു. അയ്യോ എന്നെ കൊന്നേ. കാർത്തിക് ബ്രോ ആ കൂടെ ഉരുട്ടാന്ന് വെച്ചിരുന്ന സാധനമാണ് അഖിലേഷിന് മഞ്ഞ പെയിന്റ് കിട്ടിയതിന് ശേഷം ഈ നാട് മൊത്തം ശോകമാണ്. ടയറിൽ മഞ്ഞ, അതും ഒരുമാതിരി വൃത്തിയായിട്ട് രീതിയിൽ അടിച്ചു വെച്ചേക്കണം. എല്ലായിടത്തും പോയി മഞ്ഞ അടിച്ചു, എല്ലായിടത്തും പോയി മഞ്ഞ. അഖിലേഷിന് മഞ്ഞക്കാരോ കൈവശം കൊടുത്തിട്ടുണ്ട് കൈസ്. 30,000 രൂപ 1 രൂപ തൊട്ടില്ല കൈ. 40,000 രൂപ ഇൻ 1 രൂപ തൊട്ട്. ബാങ്ക് ആടെ ഈ വീട്. ഇന്ന് 40,000 എടുക്കാൻ പറ്റുമോ നോക്കിയാണ്. അയ്യോ ഇങ്ങനെ ഒറ്റ മോഷണി പോയെത്തും. പക്ഷെ എന്നാലും നല്ല പറഞ്ഞോടായത് കണ്ണാ നോക്കി ഏത് മോശം നീ പറഞ്ഞത്? ബാക്കിന്ന് പോണ മോശം ഇത് എന്റെ ആളിയാ. ഇത് ഞാൻ പറഞ്ഞുതരാം, ഫോൺ വെച്ചേക്കുന്നോണ്ടാണ്. ഇഹങ്കാരെ 2 രൂപ ഞങ്ങൾ എക്സ്ട്രാ തന്നിട്ടുണ്ട്. ഇതിപ്പോ നമ്മളെ കൊണ്ട് നോക്കിയേ 25,000 രൂപയാണ് മാക്സിമം ഒരാളെ കൊണ്ട് പൊക്കാൻ പറ്റുന്നത്. കാരണം അമ്മാതിരി കനം. ഒരെണ്ണത്തിൽ 25,000 വെച്ച് നിറയ്ക്കാം. അല്ലാതെ ജസ്റ്റ് ഒന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ അപ്പൊ താഴെ പോയി സാധനം. അമ്മാതിരി കനം. നമ്മുടെ ഡിസൈനർ അരുണളിയൻ ഈസ് ഇൻ ദ ഹൗസ്. ഓ ചേച്ചി ഒരു വലിയ കിഴി കൊണ്ട് വന്നേക്കാണ് എനിക്ക്. ഓ താങ്ക് യു ചേച്ചി. താങ്ക്സ് അളിയ. അയ്യോ 1,00,001 രൂപ. ചേട്ടാ പാടില്ല, അരുതരുത് രാമൻകുട്ടി. അയ്യോ അയ്യോ മറിച്ചിടുക. അരുണളിയൻ നമ്മുടെ അതിൽ ഡേ ടു ഡ്രീം അടിക്കാനായിട്ട് എന്തോ സംഭവം ചെയ്തോണ്ടിരിക്കുകയാണ്. ഓ അത് മതി അത് മതി അത് മതി. ഇത് വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടിച്ചാൽ മതിയല്ലോ. ഡേ ടു ഡ്രീം ഡിസൈൻ ഓൺ പ്രോഗ്രസ്. ഇവിടെ ഗൈസ് ഇപ്പൊ സ്പ്രേ പെയിന്റ് അടിയായി ഗൈസ് 3 കൂടെ. ഗൈസ് 1 അർബാണ് വർക്ക് ഇവിടെ നടക്കുന്നു. കോയിനുകൾ അൺപാക്ക് ആവുന്നു. ഡേ ടു ഡ്രീം ഇവിടെ ഡിസൈൻ ആവുന്നു. ഭാവി എന്റെ വീഡിയോ സ്പോൺസർ ചെയ്യാൻ വരുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത്രയും എഫിഷ്യന്റ് ആയിട്ട് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന വേറെ ഏതെങ്കിലും ടീമിനെ കണ്ടുവച്ചോ? 3ാമത്തെ അർബാണ് ഈ പെയിന്റ് ആയി വന്നിരിക്കുന്നത് ഗൈസ്. സിൽവർ കളറാണ്. 25,000 ഈ കിടക്കണം 50,000. ഇനി ഇതും കൂടെ നമ്മൾ അൺപാക്ക് ചെയ്യണം. ഡേഞ്ചർ ആണത്. കയ്യിലൊക്കെ ആ അതിനൊക്കെ മണ്ണെണ്ണ വാങ്ങിത്തരാം. കണ്ണൊക്കെ ജീവൻ പോലും പണയം വെച്ചാണ് അടിക്കുന്നത്. ഓ അത് വന്നപ്പോഴാണ് ഗൈസ് അർബാണ് നമ്മുടെ അർബാണ ആയത്. അർബാണ എംറ്റിങ് പ്രോസസ് നടക്കുകയാണ് ഗൈസ്. ഇത് ഇവിടെ അകത്ത് അടുത്ത ടീം ഇരുന്ന് കോയിൻ അൺബോക്സ് ചെയ്യാണ്. എങ്ങനെയുണ്ട് ചേച്ചി? ചേച്ചിക്ക് ജോലി കിട്ടാൻ വേണ്ടി ഇരിക്കുന്നു. ഓ ഞാൻ വാരി തരാം. എവിടെ? ഞാൻ വാരി കൊടുക്കുക ഗൈസ്. നിനക്ക് ഞാൻ വാരി തരും. വാരി തരും. എവിടെ വേണമെന്ന് പറഞ്ഞാൽ മതി. ഓ ഓ എന്റെ അമ്മ ആ ഡി ടു ഡി ഇരിക്കണ ഇരിപ്പ് നോക്കുക. എനിക്ക് സൈക്കിളിലെ കണ്ടിട്ട് ലവ് യു ഡി ടു ഡി. എല്ലാ കളറും അടിച്ചോടാ. എല്ലാരും എല്ലാ കളറും അടിച്ചോ. എല്ലാ സ്പ്രേ പെയിന്റും കൊണ്ടുപോവാ. 1,00,000 ഒരു കെട്ടും കൊണ്ട് തുടങ്ങിയാണ് അഖിലേഷ്. ശരിയാണ്. ഇത്ര ഒരു ചെറിയ കെട്ടും കൊണ്ട് തുടങ്ങിയതാണ് ഗൈസ്. 3-4 ദിവസത്തെ പണി. 4 അർബാണ, കുറെ ചാക്ക്, എല്ലാം നാളെ ഒരൊറ്റ ദിവസത്തേക്ക് വേണ്ടിയുള്ള എഫേർട്ടാണ് ഗൈസ്. ഗൈസ് ആ കവറിൽ കിടന്ന 50,000 രൂപ 3 ചാക്കില്. ബാക്കി 50,000 രൂപ നമ്മൾ ടൈ ചെയ്ത് ഇവിടെ ഇട്ടിട്ടുണ്ട്. നമ്മൾ അടിച്ചു തീർത്ത സ്പ്രേ പെയിന്റുകൾ ഇതായിരിക്കുന്നു. ഇല്ലടാ. ഓ എടാ ഞാൻ പറയട്ടോ. 2 വർഷം ആവുമ്പോ നവംബർ ആവുമ്പോ എന്റെ വ്ളോഗ് ജീവിതത്തില് ഇത്രയും എഫേർട്ട് എടുത്തൊരു വീഡിയോ വേറെ ഇല്ല. നാളെ എന്താവും ഒരു ഐഡിയ ഇല്ല. ടെൻഷനാണ്. ഇത്ര പേര് ഒരു ഐഡിയ ഇല്ല ഗൈസ്. എന്തായാലും ബി പോസിറ്റീവ്. നമുക്ക് നാളെ കാണാം. അപ്പൊ ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ചിട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ഐക്കൺ കൂടെ
10 കിലോ വെച്ചാണ് ഗൈസ്. 200 കിലോ നമ്മളിപ്പോ തൂക്കി. ഓ എന്നെ സമ്മതിക്കണം. ഐ മീൻ എവനെ സമ്മതിക്കണം. എടാ പിന്നെ വേറൊരു കാര്യം, അളി എനിക്ക് ഐഫോൺ തരണത് ട്രിവാൻഡ്രം മേയറാണ് ആദ്യത്തെ ഐഫോൺ തരണത്. അടിപൊളി. അങ്ങേർക്ക് വേണേ ഒരു കിഴി കൊടുക്കാം. നീ എന്തിനാണ് ഇവന് കാണിക്കണത്? കൈ കെട്ടി ഓ എടാ കൈയടാ പൊട്ടാ, നീ എത്ര കിട്ടിയില്ലേ? എനിക്ക് 10,000 രൂപ ഞാൻ തരും. അല്ല 10,000 തരാൻ പറ്റില്ല. 20,000 രൂപ ഞാൻ തരാം. നിന്റെ വാക്സ് ചെയ്യാനായിട്ട് 20,000 രൂപ അല്ലേ? തൽക്കാലം ബജറ്റ് ഇല്ല കൈസ്, അല്ലെങ്കിൽ ഞാൻ ചെയ്യിപ്പിച്ചേ തെട്ടിയെ കൊണ്ട്. 20,000 രൂപ അത് ഇപ്പൊ വാക്സ് ചെയ്യുന്നു. വിശക്കണം, കഴിച്ചിട്ട് അല്ലെങ്കിൽ ഫോട്ടൊന്നും എടുത്തിട്ട് കഴിക്കാം. അയ്യോ ഇല്ല, പണ്ടി പണ്ടിയാ പട്ടിയും പണ്ടിയും കയറി വന്നു. എടാ ആലോചിക്കാൻ ഇത്രയും സ്വർണ്ണം വരുന്നെങ്കിലാ. 1 കിലോ സ്വർണ്ണം. നവദമ്പതികള് പൈസയും പിടിച്ചോണ്ട് നിക്കുകയാണ്. നോക്കിയാണ് എണ്ണത്തിന്. ഇതെന്തോന്നത്? അതെന്തോന്നത്? 18-ാം തീയതി അരുണിന്റെ കല്യാണം എല്ലാരും പറഞ്ഞു. 18-ാം തീയതി അരുണിന്റെ കല്യാണമാണ്. അരുണിന് എന്തെങ്കിലും സ്പെഷ്യൽ ഗിഫ്റ്റ് ഞാൻ കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ സർപ്രൈസ് കൊടുക്കണോ നിങ്ങൾ പറഞ്ഞാൽ മതി.